കോട്ടയം നാഗമ്പടം പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലെ ശൗചാലയം പൂട്ടിയത് യാത്രക്കാർക്കുൾപ്പെടെ ദുരിതമാകുന്നു. കോട്ടയം നഗരസഭ കൃത്യസമയത്ത് അറ്റകുറ്റപ്പണി നടത്തിയില്ല എന്നാണ് ആരോപണം. 3 മാസം മുൻപ് അടച്ചുപൂട്ടിയ ശൗചാലയം എത്രയും വേഗം തുറക്കണം എന്നാണ് ഉയരുന്ന ആവശ്യം. നമുക്ക് രാവിലെ മുതൽ ഇവിടെ ഒന്ന് രാത്രി വരെ പിടിക്കുന്നത്, നമുക്കൊന്ന് ടോയ്ലറ്റിൽ പോകാൻ ഒരു സൗകര്യം ഇവിടെ ഇല്ല. അപ്പുറത്തും ഇപ്പുറത്തുള്ള സ്ഥാപനങ്ങൾ ആരും അങ്ങനെ സമ്മതിക്കത്തില്ലല്ലോ. എങ്ങോട്ടാണ് പോകുന്നത്? ലേഡീസ് എത്ര ഒരു യൂറിനൊക്കെ എത്ര നേരം പിടിച്ചു വെക്കുക. അതുകൊണ്ട് എന്തേലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. രാവിലത്തെ വണ്ടിക്കൊക്കെ വരുന്നവരൊക്കെ ടോയ്ലറ്റിൽ പോകാണ്ടൊക്കെ എന്തേലും ബുദ്ധിമുട്ടാണ്. അവർ ലാസ്റ്റ് ഓട്ടോ പിടിച്ച് എങ്ങോട്ടല്ലൊക്കെ ഓടും. അത്ര ഗതികേടാണ്. ഈ പ്രതികരണത്തിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം എത്രമാത്രം ദുരിതം നാഗമ്പടം സ്റ്റാൻഡിലെത്തുന്ന യാത്രക്കാർ അനുഭവിക്കുന്നുണ്ടെന്ന്. 3 മാസം മുൻപ് ടാങ്കിന്റെ തകരാറിനെ തുടർന്ന് പൂട്ടിയ ശൗചാലയം പിന്നീട് തുറന്ന് പ്രവർത്തിച്ചിട്ടില്ല. ദീർഘദൂര യാത്ര ചെയ്യുന്നവരും ഡ്രൈവർമാരും കടകളിലെ ജീവനക്കാരുമെല്ലാം ഇതോടെ വലിയ ദുരിതത്തിലാണ്. ശൗചാലയത്തിൽ പോകണമെങ്കിൽ കടകളിലോ ഹോട്ടലുകളിലോ പോകേണ്ട അവസ്ഥയാണ്. ബുദ്ധിമുട്ട് കോട്ടയം നഗരസഭയെ അറിയിച്ചിട്ടും യാതൊരു തീർപ്പും ഈ വിഷയത്തിൽ ഉണ്ടായിട്ടില്ല. ഏതാണ്ട് 1 വർഷക്കാലമായി ഈ ബാത്റൂമിൻ്റെ ഒരു മെയിൻ്റനൻസ് പണി നടത്തി. ആ മെയിൻ്റനൻസ് പണിക്ക് ഏതാണ്ട് 27 ലക്ഷം രൂപ മുടക്കിയാണ് ഈ ബാത്റൂമിൻ്റെ മെയിൻ്റനൻസ് പണി തീർത്ത് എന്നാണ് അവർ പറയുന്നത്. ഏതൊക്കെയാലും അന്ന് ഒരു ടാങ്ക് ഇവിടെ പണിതു. ഈ ടാങ്ക് പണിതപ്പോൾ തന്നെ ഞങ്ങൾ പറഞ്ഞു, ഈ ടാങ്ക് വെച്ചാൽ ഇത് നിറഞ്ഞ് ഒഴുകും പുറത്തേക്ക്. ഈ മലിനം പുറത്തേക്ക് ഒഴുകുകയും സ്റ്റാൻഡ് നിൽക്കാൻ മേലാത്തൊരവസ്ഥ വരികയും ഭയങ്കര മണം വരികയൊക്കെ ചെയ്തിരിക്കുന്ന സാഹചര്യത്തിലാണ് ഈ ബാത്റൂം എന്നേക്കുമായി അടച്ചുപൂട്ടിയത്. സ്റ്റാൻഡ് മുഴുവൻ ശുചിമുറിയുടെ ടാങ്കിൽ നിന്നുള്ള മലിനജലം പരന്നൊഴുകുകയാണ്. ശുചിമുറികളുടെ ടാങ്കുകൾക്ക് വലിപ്പമില്ലാത്തതാണ് തിരിച്ചടിയായത്. മാലിന്യം ടാങ്കർ ലോറികളിൽ കൊണ്ടുപോകാൻ തീരുമാനിച്ചെങ്കിലും ഇത് സംബന്ധിച്ച കരാറും ആയിട്ടില്ല. ഉടൻ തന്നെ പ്രശ്നം പരിഹരിക്കുമെന്ന് നഗരസഭയെ അറിയിച്ചിട്ടുണ്ട്. എന്നാൽ എന്ന് ശൗചാലയം തുറക്കുമെന്ന് പറയാൻ നഗരസഭയ്ക്കാകുന്നില്ല. ഇതോടെ പ്രതിഷേധങ്ങളും ശക്തമാവുകയാണ്. ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ ഞങ്ങൾ ഇവിടെ എത്തിയപ്പോഴും സ്ത്രീകളടക്കം നിരവധി പേർ ഈ ശൗചാലയം ഉപയോഗിക്കാൻ ഇവിടേക്ക് എത്തുന്നുണ്ടായിരുന്നു. എന്തായാലും ജനങ്ങളുടെ ഈ ബുദ്ധിമുട്ട് നഗരസഭ ഇനിയും കണ്ടില്ലെന്ന് നടിക്കരുത്. കോട്ടയത്ത് നിന്ന് അരുൺ നീണ്ടൂറിനൊപ്പം ടോബി ജോൺസൺ, 24. പൊതുജനം കഴുതയല്ല സാർ. നാഗമ്പടം ബസ് സ്റ്റാൻഡിലെ ശൗചാലയം അടച്ചിട്ടതോടെ യാത്രക്കാർ ഉൾപ്പെടെ നിരവധി പേർ പ്രതിസന്ധിയിലാണ്. അവരുടെ പ്രതികരണങ്ങളിലേക്കാണ് ഇനി. ഇവിടെയുള്ള സർക്കാർ ജോലിക്കാർക്കെല്ലാം അതിൻ്റെ മേലിലൊക്കെ ബാത്റൂം ഉണ്ട്. ഞങ്ങളിവിടെ തൊഴിൽ എടുക്കുന്ന ആൾക്കാരാണ്. ഇത് 6 മാസം കൊണ്ട് ഇവിടെ അടഞ്ഞു കിടക്കുകയാണ്. അവരോടൊക്കെ ചെന്ന് നമ്മൾ പറഞ്ഞു, ഇതിപ്പം മൊത്തത്തിൽ അടച്ചിട്ടിരിക്കുകയാണ്. ഇവിടെ ചുറ്റിനുമൊക്കെ ബാത്റൂം ഉണ്ട്, അവിടെ ഉണ്ട്, ഇവിടെ ഉണ്ടെന്നൊക്കെ അവർ പറയുന്നുണ്ട്. പക്ഷേ എവിടെ ചെന്നാലും അടഞ്ഞു കിടക്കുകയാണ്. ഈ കുഞ്ഞുങ്ങളും പ്രായമായ സ്ത്രീകളൊക്കെ വന്ന വലിയ ബുദ്ധിമുട്ടാണ്. ഏകദേശം ഒരു 5-6 മാസം അടുത്തായിട്ടുണ്ട് ഇത് തുറക്കാതായിട്ടുള്ളത്. ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം ഈ അവിടെ ഇവിടെയൊക്കെ ഒന്നെണ്ണം വേറെ ഉണ്ടെന്ന് പറയുന്നതല്ലാണ്ട് നമ്മളിതുവരെ ഒന്നും തുറന്ന് കണ്ടിട്ടില്ല. ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുണ്ട്. ഇവിടെ ജോലി ചെയ്യുന്ന ആളുകൾക്ക്, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക്, പ്രാഥമിക കൃത്യങ്ങൾ നിർവഹിക്കാൻ ഒരു സ്പേസ് ഇല്ല. മുനിസിപ്പാലിറ്റി അന്വേഷിക്കുമ്പോൾ അവർ പറയുന്നത് അവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്, മേളിലുണ്ട്, താഴെ ഉണ്ടെന്നൊക്കെയാണ് പറയുന്നത്. അപ്പം നമുക്ക് പ്രാഥമിക കൃത്യങ്ങൾ നിർവഹിക്കാൻ ഒരു സ്ഥലം ഒരുക്കി തരേണ്ടത് മുനിസിപ്പാലിറ്റിയാണ്. അത് മുനിസിപ്പാലിറ്റി പരാജയപ്പെട്ടിരിക്കുകയാണ്. നമ്മൾ പല പ്രാവശ്യം കംപ്ലൈൻറ്റുമായിട്ട് പോയതാണ്. സംസ്ഥാനത്തെ മഴ വിവരങ്ങൾ പ്രേക്ഷകർ ഇങ്ങനെ തുടർച്ചയായി അറിയിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കൊട്ടാരക്കരയിൽ ഇന്നലെ വൈകിട്ട് തുടങ്ങിയ മഴ ഇപ്പോഴും പെയ്യുന്നു എന്നാണ് അഞ്ജന പറയുന്നത്. അതോടൊപ്പം തന്നെ മറ്റ് പലയിടങ്ങളിൽ, കോട്ടയത്ത്, പത്തനംതിട്ടയിൽ, തൃശ്ശൂരിൽ വിവിധയിടങ്ങളിൽ മഴയുണ്ട്, അവധിയുണ്ടോ എന്നിങ്ങനെയുള്ള ചോദ്യങ്ങളുണ്ട്. അങ്ങനെ അവധി പ്രഖ്യാപനങ്ങളൊന്നും വന്നിട്ടില്ല. സംസ്ഥാനത്ത് പലയിടങ്ങളിലും ശക്തമായ മഴയുണ്ട് എന്നാണ് പ്രേക്ഷകർ ഇപ്പോൾ അറിയിക്കുന്നത് യൂട്യൂബിൽ.